ക്രെഡിറ്റ് വേണമെന്നില്ല, ക്രെഡിറ്റ് എടുത്തോട്ടെ. കൊച്ചിനെ വളർത്തുന്ന ക്രെഡിറ്റ് ആരും എടുത്തോട്ടെ, നാടിന് ഗുണം കിട്ടട്ടെ. ക്രെഡിറ്റ് ഉമ്മൻചാണ്ടി പോലും ആഗ്രഹിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. 2015 നവംബർ 1 വിഴിഞ്ഞം പോർട്ടിന്റെ തറക്കല്ലിട്ട ദിവസം ഡിസ്കഷൻ മാധ്യമങ്ങൾ വേറെയായിരുന്നു. അത് BDJs ആയിരുന്നു. നമ്മുടെ വായിന്ന് വീഴാൻ, അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിച്ചാൽ മതി. ഇതിനുവേണ്ടി അമ്മയെ പിടിച്ചിരിക്കുന്നത് ഇപ്പഴാ മനസ്സിലായി. ഞാൻ അമ്മയെ കട്ട് ചെയ്തേനെ. എനിക്ക് സൂക്ഷിക്കാനൊന്നുമില്ല. അമ്മയ്ക്ക് സൂക്ഷിക്കാനില്ല, എനിക്കുണ്ട്. എന്റെ പിതാവ് അദ്ദേഹത്തിന്റെ ഡെത്ത് ബെഡിൽ പോലും വി മുരളീധരനോടും ശ്രീ യൂസഫലിയോടൊക്കെ പറഞ്ഞത് നിമിഷപ്രിയ എന്ന് പറയുന്ന ആ കുട്ടിയുടെ മോചനത്തെ പറ്റി. ഉമ്മൻചാണ്ടി എന്ന് ഒരു ഇങ്ങനെ ചെയ്യും. ഇപ്പൊ കണ്ണാടി നോക്കത്തില്ല. ചാണ്ടോ കണ്ണാടി നോക്കും മുടി ചീകത്തില്ല. ചാണ്ടുവിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അഭിമാനം തോന്നിയ ഒരു നിമിഷം പറയാൻ നേരം കിട്ടണ്ടേ. ഉമ്മൻചാണ്ടിയാണ്ട് 10 സെക്കൻഡെങ്കിലും സംസാരിക്കുന്നത്, അതുമില്ല. നിങ്ങളുടെ ഇന്റർവ്യൂ അതിന് കാരണം കുഞ്ഞിന്റെ ബോഡി കണ്ടപ്പോൾ ഒരു ഫിലിം സ്റ്റാർ കുഞ്ഞിനേട്ടൻ എന്തൊക്കെ മോശമായിട്ട് പറഞ്ഞു. തന്നോട് മോശമായിട്ട് പെരുമാറുന്നവരോട് പോലും നന്നായിട്ട് പെരുമാറുന്ന ഒരു സമീപനമായിരുന്നു അദ്ദേഹത്തിന്. ഉമ്മൻചാണ്ടിയോട് എനിക്ക് താരതമ്യപ്പെടുത്താവുന്ന ഒരാളായിട്ട് തോന്നിയിരിക്കുന്നു. പന്നിൻ്റെ ഈ സോ സിമ്പിൾ. അദ്ദേഹത്തോട് പ്രത്യേകമായിട്ടൊരു ബഹുമാനമുണ്ട്. അദ്ദേഹം പ്രതിരോധിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ രീതിയിൽ അദ്ദേഹം ശക്തമായി പ്രതിരോധിച്ചിട്ടുണ്ട്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്യാത്ത അദ്ദേഹത്തിന്റെ ഡിഫൻസ് ആയിരുന്നു. കാലം തെളിയിച്ചിരിക്കുന്നു സത്യമാണെന്നുള്ളത്. ഡിഫൻസ് ഇല്ലാതെ ഒരിക്കലും പോകത്തില്ല. ചിലപ്പം ഒഫൻസ് കൂടെ കാണും. ദൈവവിശ്വാസം എങ്ങനെയാണ്? ദൈവത്തിലല്ലേ വിശ്വാസമുള്ളത്, നല്ല വിശ്വാസം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633888575. ചാണ്ടി ഉമ്മനാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. എപ്പോഴും എന്നെ ചുറ്റുമുള്ളവർ അച്ഛനാവാനാണ്, അപ്പയാവാനാണ് പ്രതീക്ഷിക്കുന്നത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അന്ന് വിജയിച്ചതിന് ശേഷം കൊടുത്ത അഭിമുഖത്തിൽ ഇപ്പോഴും ആ പ്രതീക്ഷകളുടെ ഭാരം അനുഭവപ്പെടാറുണ്ടോ? സ്വാഭാവികമാണല്ലോ, അതിപ്പം നടക്കാത്തൊരു കാര്യം ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. അതിനെങ്ങനെ ഓവർകം ചെയ്യുമെന്ന് എല്ലാ ദിവസവും ആലോചിക്കുവാൻ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അങ്ങനെ നമ്മളായിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ എങ്ങനെയാണോ അങ്ങനെയാണ്, അതിന് മാറ്റമില്ല. ഒരു ദിവസം വരുന്നത് 350 കോടികളായിരുന്നു അന്ന്, ഏറെക്കുറെ. ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. എത്ര ഉണ്ടോ ഏകദേശം? ഇല്ല, എന്തായാലും അത്രയും വരുന്നില്ല. കാരണം ഇതിനകത്ത് കൂടുതൽ ആൾക്കാരും അപ്പം സഹായിച്ച പോലെ സഹായിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷെ നമുക്കതിനുള്ള ഒരു സാഹചര്യം ഇന്നില്ല. എൻ്റെ പരിമിതിക്കുള്ളിലുള്ള സഹായം ചെയ്യാമെന്നുള്ളൂ. സാറുണ്ടായിരുന്ന സമയത്ത് ശനിയാഴ്ച വൈകുന്നേരം തൊട്ടും ഞായറാഴ്ച മുഴുവനുമായിട്ടാണ് പുതുപ്പള്ളിയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ അല്ലെങ്കിൽ സഹായങ്ങൾ എത്തിക്കാനും വേണ്ടി സന്നിധനായിട്ടുണ്ടായിരുന്നത്. ചാണ്ടി ഉമ്മന്റെ ഒരു രീതി. ഞാൻ 7 ദിവസം അവിടെ നിൽക്കുന്ന രീതി. 7 ദിവസം പുതുപ്പള്ളിയില്ല. ഞാൻ 7 ദിവസം ഞാൻ അവിടെ താമസിക്കുന്നത്. അസംബ്ലി ഉള്ളപ്പോഴേ ഞാനിവിടെ വരാറുള്ളൂ. പണ്ട് ഈ അച്ഛനുമായിട്ട് സഹായം ചോദിക്കാൻ വേണ്ടി നിൽക്കുന്ന നിരയുടെ കൂട്ടത്തിൽ പോയി നിൽക്കുകയും എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ വേണം, എനിക്ക് എൻ്റെ അപ്പയാണ് വേണ്ടതെന്നുള്ളത് അവരോട് മറുപടി പറയുക. അപ്പോഴാണ് മകനാണെന്ന് തിരിച്ചറിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴങ്ങനെ അദ്ദേഹത്തിനുണ്ടായിരുന്ന പോലെ ഒരു നീണ്ട നിര അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, അങ്ങനത്തെ സന്ദർഭം വീട്ടിൽ രാവിലെ ഉണ്ടോ? പുതുപ്പള്ളിയിലുണ്ട്. തിരുവനന്തപുരത്ത് അങ്ങനെ ഞാൻ നിൽക്കാത്തതുകൊണ്ട് അസംബ്ലി സമയത്തേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ആൾക്കാരങ്ങനെ വരാറില്ല. അച്ഛനിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്ന ഒരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടൊക്കെ ഒരേ ദിശയിലാണെങ്കിൽ പോലും ഈ നർമ്മബോധമാണ്. എന്താണ് വേണ്ടതെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെയാണ് വേണ്ടതെന്ന് പറയാൻ അപ്പോൾ തോന്നിയ ഒരു ഹ്യൂമർ സെൻസ് ഉണ്ടല്ലോ, അതിപ്പോഴും ഉണ്ടോ? അങ്ങനെയൊക്കെ പോകുന്നു. അങ്ങനെയൊക്കെ അല്ലേ നമുക്കൊരു എന്താ പറയുക, സീരിയസ് ആയിരുന്നാൽ ഈ സാധനം ഓടത്തില്ല. കാരണം നമ്മൾ 24 hours വർക്കാണ് ഇതിനകത്ത്. നമ്മൾ കൂടെയുള്ളവരടുത്തൊക്കെ തമാശ പറഞ്ഞ് തന്നെ മുന്നോട്ട് പോകുന്നത്. സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുക, ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു സാഹചര്യത്തിലാണല്ലോ അത് വന്നിരുന്നത്. എപ്പോഴെങ്കിലും സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇലക്ഷൻ നിൽക്കുന്ന, MLA ആവുന്ന, മന്ത്രി ആവുന്ന അങ്ങനെ ഒരു ഫേസ് സ്വപ്നത്തിലുണ്ടായിരുന്നോ? അല്ല, ഞാൻ ഇപ്പോൾ ഒരു ഇലക്ഷൻ പ്രതീക്ഷിച്ചിരുന്നതല്ല. അതെ, ഞാൻ പ്രതീക്ഷിക്കാതെ MLA ആയ ഒരാളാണ്. ഞാൻ MLA ആവണമെന്ന് അങ്ങനെ താല്പര്യപ്പെട്ടിരുന്നുമില്ല. നമുക്ക് ഏതെങ്കിലും അവസരം കിട്ടും എന്നുള്ളതല്ലാതെ ഇന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അവസരം എവിടെയായാലും കുഴപ്പമില്ല എന്നുള്ള തീരുമാനത്തിൽ വരും. നമ്മൾ പറയുമല്ലോ, ഒരാളുടെ അതേ ട്രേറ്റ്സ് തന്നെയാണ് അതിൻ്റെ പിന്മുറക്കാർക്കും കിട്ടുക എന്നുള്ളതിൻ്റെയൊക്കെ ഒരു തെളിവായിരുന്നു അന്ന് വിനായകന് ഞാനെതിരെ കേസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ അദ്ദേഹത്തെ കല്ലെറിഞ്ഞ ആളോട് പോലും അങ്ങോട്ട് പോയി സംസാരിക്കും, അദ്ദേഹത്തിന് വിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ വിളിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ് ഉമ്മൻചാണ്ടി സാർ. അപ്പം ആ ഒരു ട്രേറ്റ് അതുപോലെ പിന്തുടരണം, അല്ലെങ്കിൽ അതുണ്ടാവണം എന്നുള്ളത് അന്ന് നിർബന്ധമായിരുന്നു. അതല്ല, ഇപ്പം അങ്ങനെ ഞാൻ നിർബന്ധപൂർവ്വം എടുത്തൊരു തീരുമാനം അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യം എന്താ, അദ്ദേഹം ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആ തീരുമാനം എടുക്കുക? എൻ്റെ തീരുമാനം എന്നല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഉണ്ടെങ്കിൽ എന്താണ് തീരുമാനം? ആ തീരുമാനം ഒരിക്കലും കേസ് എടുക്കില്ല. പുള്ളിയെ വേണമെങ്കിൽ അദ്ദേഹം പ്രശംസിച്ചേരെ വേണമെങ്കിൽ. അങ്ങനെയുള്ള ഒരു തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഉണ്ടായിട്ടുള്ളത്. തന്നോട് മോശമായിട്ട് പെരുമാറുന്നവരോട് പോലും നന്നായിട്ട് പെരുമാറുന്ന ഒരു സമീപനമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ചാണ്ടി ഉമ്മൻ്റെ അമ്മ കൂടി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്, മറിയാമ്മ. നമസ്കാരം. ഞാൻ നേരത്തെ സംസാരിക്കുകയായിരുന്നു, എല്ലാവരും അപ്പയാണ് പ്രതീക്ഷിക്കുന്നത് മകനിൽ നിന്ന് പ്രവർത്തനത്തിൻ്റെ രീതിയിലൊക്കെ.
അപ്പോൾ ആ വിധത്തിലുള്ള ഒരു പ്രഷർ മകനിലേക്ക് വരുന്നതായിട്ട് ആ സമയം തൊട്ടിട്ട് ഇപ്പോൾ ഏകദേശം 1.5 വർഷം ആവുന്നു. അത് ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രഷർ ഉണ്ട്. മകനോട് പറഞ്ഞിരുന്നോ അപ്പയാണ് നിന്നെ പ്രതീക്ഷിക്കുക, നിന്നിൽ പ്രതീക്ഷിക്കുക, അങ്ങനത്തെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടോ മകനായിട്ട്? ഞാൻ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോൻ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. മോൻ ഉമ്മൻചാണ്ടിയാണ്, ബുദ്ധിമുട്ടാണ്, പക്ഷെ അതിന് കഴിയുന്നത്ര ആകാൻ ശ്രമിക്കണം. എല്ലാവരും ഇപ്പോൾ പാർട്ടിക്കപ്പുറം അല്ലെങ്കിൽ മതത്തിനപ്പുറം ഒക്കെ ഇത്രയധികം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ടായിരുന്ന ഒരു നേതാവില്ലായിരുന്നു ഒരേപോലെ സമ്മതിക്കുക, അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ഒരു സ്ഥലത്തേക്ക് ആ യാത്ര 28 മണിക്കൂറിനകത്ത് നീളുക. ആ ദിവസങ്ങൾ ശരിക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ മനുഷ്യൻ്റെ ഒരു വലിപ്പം ഒന്നുകൂടി ചേർത്ത് വെച്ച ദിവസങ്ങളായിരുന്നു. അല്ല, തീർച്ചയായിട്ടും ഇത്രയും ആളുകൾ വരുമ്പോൾ അദ്ദേഹത്തിനോടുള്ള സ്നേഹം, ചിലർ കരഞ്ഞുകൊണ്ട് ചിലർ ചിരിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത്. അപ്പോൾ എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നി, എന്തുകൊണ്ടായിരിക്കും ഇവർ ചിരിക്കുന്നത്? കാരണം അവരുടെ മനസ്സിൽ മരിക്കുന്നില്ല. അപ്പോൾ അത് എന്നും നിലനിൽക്കുന്ന ഒരു വിഷ്വലായി അദ്ദേഹത്തിൻ്റെ മുഖം പതിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ. അപ്പം അതുകൊണ്ട് അദ്ദേഹം മരിക്കാത്ത ഒരു വ്യക്തിയായിട്ട് ഈ സമൂഹത്തിൽ തുടരുന്നതാണ് ഇന്നും ആ കല്ലറയിൽ ആളുകൾ നിരന്തരമായി വരുന്നത്. ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു ട്രൈറ്റ് ആയിരുന്നു അദ്ദേഹം മുടി വെട്ടിയെന്നത് പലപ്പോഴും മാം പറഞ്ഞപ്പോഴായിരുന്നു. മുടി അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. അപ്പം മകന് ഏറെക്കുറെ അതുപോലെയൊക്കെ തന്നെയാണ് മുടി വെച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെ സംഭവിച്ചു വരുന്നതാണോ തലമുറ ശേഷം? ഒരു തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഉമ്മൻചാണ്ടിക്ക് മുടി വെട്ടിക്കൊടുത്തത് ഞാനായിരുന്നു, എനിക്ക് സ്ട്രോക്ക് വരുന്നത് വരെ. ഉമ്മൻചാണ്ടി എന്നും ഒരു ഇങ്ങനെ ചെയ്യും, ഒരു ചീക ചെയ്യും രാവിലെ കുളിച്ചേച്ച്. അപ്പം കണ്ണാടി നോക്കത്തില്ല, കുഞ്ഞൊരിക്കലും കണ്ണാടി നോക്കാറില്ല. ചാനോ കണ്ണാടി നോക്കും മുടി ചീകത്തില്ല. അതാണ് വ്യത്യാസം. എന്താണ് ആ മുടി ചീകലും ആയിട്ട്? ഇത് ഒരുപാട് ആളുകൾ പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് വരെ ഉണ്ട്. അതിപ്പോൾ ഞാൻ കൊച്ചിലോട്ട് അങ്ങനെ ഇപ്പം അത് വ്യാഖ്യാനിച്ച് അവർ വ്യാഖ്യാനിച്ചോട്ട് എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ കരുത്. എൻ്റെ ഇഷ്ടമാണ്, ഞാൻ ചെയ്യുവോ കൈവച്ച് ചെയ്യുവോ, അതൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ. അതിനകത്ത് വേറൊന്നും കൂടുതൽ വായിക്കേണ്ട കാര്യമില്ല. അന്ന് വിജയിച്ച സമയത്തും വിജയത്തിനോടനുബന്ധിച്ചിട്ടുള്ള കൊടുത്ത കാര്യങ്ങളിലൊക്കെ പേഴ്സണൽ സ്പേസിലേക്ക് മാധ്യമങ്ങൾ ഒരു ചോദ്യമായിട്ട് എത്തുമ്പോഴേക്കും അതിന് കൃത്യമായിട്ട് ഡിഫെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അവരെ പാപ്പരാസികളെന്ന് പറഞ്ഞ് വിളിച്ച് അവരോട് എന്താണ് പറയേണ്ടത് കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയെങ്കിലും വെച്ച് അങ്ങനെ ഒരു മാർജിൻ മിസ്സാവുന്നത് പോലെ അന്ന് തോന്നിയിരുന്നോ? അല്ല, അതുകൊണ്ടാണ് ഇത്ര ദൂരത്തിയിരിക്കുന്നത് എൻ്റെ അടുത്ത്. ആ ഒരു ഡിഫൻസ് വരുമോ? ഇല്ല. അല്ല, അങ്ങനെയില്ല. നമുക്കിപ്പോൾ നമ്മുടേതായ സ്പേസ് ഉണ്ടാവണം. അത് എൻ്റെ കുട്ടിക്കാലത്ത് എവിടെയോ ഒരു നഷ്ടമായതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ പിതാവിനെ അനാവശ്യമായി ഒത്തിരി വിവാദങ്ങൾ പെടുത്തി അന്ന് ഡിഫെൻഡ് ചെയ്യാതെ പോയതിൻ്റെ ഒരു കുറവ് ഞാൻ ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഡിഫെൻഡ് ചെയ്തത്. അദ്ദേഹത്തിന് ഇല്ലാത്ത മറ്റൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ നർമ്മബോധമാണ്. ഉമ്മൻചാണ്ടിക്കുള്ള അത്ര നർമ്മബോധം മോനില്ല. ഭയങ്കര സറ്ററിക്കലായിട്ട് ഭയങ്കര നർമ്മ പറയുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷെ അത് ആർക്കും മനസ്സിലാകത്തില്ല. ഇങ്ങനെ മിണ്ടോതിരുന്ന് ഒരു കള്ളച്ചിരിയൊക്കെ ഫാമിലിക്കകത്ത് മാത്രമേ ഉള്ളൂ, അധികം പുറത്തങ്ങനെ. പുറത്ത് ഈ കൊലീസിനടുത്തൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, പക്ഷെ പബ്ലിക്കായിട്ട് ഭയങ്കര സറ്ററിക്കലായിട്ട് പറയും. എന്നുവെച്ചാൽ ഈ ഉമ്മൻചാണ്ടിക്ക് വല്ലപ്പോഴും വരുന്നൊരു പിള്ളേരെ പിണക്കാൻ ഒട്ടും ഇഷ്ടമില്ല. പക്ഷെ പിള്ളേരെ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് നോ എന്നും പറയണ്ടേ. ഉമ്മൻചാണ്ടിക്ക് ഈ പഠിക്കാതൊക്കെ ഒരു പഠിക്കണമെന്നുള്ള സ്ട്രിക്റ്റായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. മാർക്ക് എനിക്ക് സ്ട്രിക്റ്റ് അല്ല, പല ഘടകങ്ങളെ ആശ്രയിച്ച് ചെയ്തിരിക്കും. പഠിക്കാതൊക്കെ പലപ്പോഴും ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും വരുമ്പോൾ ഇങ്ങനെ പിള്ളേർ പഠിക്കാതെ നടക്കുമ്പോൾ കാണുമ്പോൾ പിള്ളേർ വരുമ്പോഴത്തേക്ക് പറയും, ബാവേ അവർക്ക് ഇച്ചിരി കൂടുതൽ ചോറൊക്കെ കൊടുക്കും, അവർ TV ആണെങ്കിൽ ക്ഷീണിച്ചിരിക്കുക. പിന്നെ ഒരു വലിയ സൈക്കോളജി ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് അന്ന് മനസ്സിലായി, ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ മനസ്സിലാകുന്നത്. മറിക്കുട്ടി മൂത്ത മോളാണുള്ളൂ. ഒരു 8ാം ക്ലാസ് 6ാം ക്ലാസ്സിന് പഠിക്കുമ്പോൾ പറയും, പിള്ളേരിൽ ആരെങ്കിലും ഒരാൾ 60% കൂടുതൽ മാർക്ക് വാങ്ങിച്ചാൽ അടികൊള്ളു. പുള്ളി നുള്ളി തോച്ചു പോലില്ലേ പിള്ളേർ, പക്ഷെ പറയുന്നേക്ക്. അപ്പോൾ എല്ലാവരും ചിരിക്കും. അത് മോളെ 9ാം ക്ലാസ്സിലൊക്കെ ആയിക്കഴിഞ്ഞത്തേക്ക് അത് 80% ആയി. 80% മാർക്ക് ആരെങ്കിലും കൂടുതൽ വാങ്ങിച്ചാൽ ആർക്കും അടികൊള്ളും. പക്ഷെ പിന്നെ എനിക്ക് അതിൻ്റെ സൈക്കോളജി മനസ്സിലാകുന്നത്, ജീവിതത്തിലെ ഈ പരീക്ഷ എഴുതി ജയിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിത ജയപരാജയങ്ങൾ അതിനെ ആശ്രയിച്ച് മാത്രമല്ല ഇരിക്കുക. അതൊരു പരീക്ഷയാണ്, അത് ഒന്നും പോവും. അതത്ര ലൈറ്റായിട്ട് നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. ടെൻഷൻ കൊടുക്കാതിരിക്കുക. പിള്ളേർക്ക് പരീക്ഷയുടെ ടെൻഷൻ പല പേരൻസ് കൊടുക്കുമല്ലോ, അങ്ങനെ വായിക്കണം ഇങ്ങനെ, പിള്ളേരെ ടെൻഷൻ കൂടുക. ആ ടെൻഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. അതെനിക്ക് പിന്നെ ആലോചിച്ചപ്പോഴാണ് അതിൻ്റെ സൈക്കോളജി
മനസ്സിലായത്. അച്ഛൻ പലപ്പോഴും എല്ലാ ആഘോഷങ്ങൾക്കും പങ്കെടുക്കുകയെങ്കിലും കുടുംബത്തിന് അദ്ദേഹത്തിന് പലപ്പോഴും സമയം കൊടുക്കാൻ പറ്റാതെ ഇരിക്കുന്നില്ല എന്നൊക്കെ അഭിമുഖത്തിൽ പറയുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മകൻ എങ്ങനെയാണ് ഇപ്പോൾ? മോനെ ഉമ്മൻചാണ്ടിയെക്കാട്ടി കുറച്ചുകൂടെ മോശമെന്ന് പറയാം. ഓ, ഉമ്മൻചാണ്ടി എവിടെ പോയാലും പിന്നെ അത് അമ്മയും ഭാര്യയും വ്യത്യാസമുണ്ട്. എന്നെ വിളിച്ചിരിക്കും, ഒരു 10 സെക്കൻഡ് ഞാൻ അവിടാണെന്ന് പറയും. മകനോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മകൻ കൃത്യമായിട്ട് എല്ലാവരും വായടുപ്പിക്കുന്ന മറുപടി പറയാറുണ്ട്, പ്രത്യേകിച്ച് കല്യാണത്തിന്റെ കാര്യത്തിലൊക്കെ. സാധാരണ അമ്മമാരോട് ഈ ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അവരോട് എന്ത് മറുപടിയാ പറയാറ്? ഒന്നിനൊഴിഞ്ഞു മാറുമോ, അല്ലെങ്കിൽ എന്തായാലും ഒരു പ്രോഗ്രഷൻ ഉണ്ടായിട്ടില്ല. കല്യാണമൊക്കെ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. ഫേമായിട്ട് ഡിസിഷൻ വരണം. അത് ആ ഭാഗത്തുനിന്ന് ഉണ്ടാവും വേണമല്ലോ. ഉണ്ടാവും. പിന്നെ കല്യാണമല്ലേ മോനെ, എല്ലാം കൂടെ ഒത്തുവരണ്ടേ. സാറും മാമുമായിട്ടുള്ളായിരുന്ന ഒരു കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഒരു എപ്പിസോഡിനെ പറ്റി വായിച്ചിട്ടുണ്ട്. അപ്പം ഇലക്ഷന്റെ തിരക്കിലാണ്, ഇലക്ഷന്റെ തിരക്കിലാണ്, പ്രാർത്ഥനയിൽ ഓർക്കണേ, പ്രാർത്ഥിക്കുമല്ലോ എന്നുള്ളതാണ് ആദ്യത്തെ വരിക. അതിനകത്ത് വല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പ് കൂടി ഉണ്ട്, ഒരു കമ്പാനിയൻഷിപ്പ് കൂടി ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഏരിയ മിസ്സാവില്ലേ എന്ന് മകനോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മോനെ അതിനെക്കാട്ടൊക്കെ പുതിയ ജനറേഷൻ അല്ലേ. ഞങ്ങളുടെ കാലത്തെ കത്തും ഈ ലാൻഡ് ഫോണൊന്നും വേണ്ട. എനിക്ക് സൂക്ഷിക്കാനൊന്നുമില്ല. അത് നമ്മൾ തെറ്റായിട്ടൊന്നും പറയുന്നില്ല. ഇവർക്ക് നിങ്ങളെ സോ പിടിക്കാനൊന്നും പറയുന്നില്ല. വാട്ട് ഈസ് ഇപ്പോൾ അദ്ദേഹം പല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ജനസമ്പർക്ക പരിപാടിയൊക്കെ പോലെ ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങുന്ന ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതാണ് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ മാറ്റി നിർത്തിയ പ്രധാനപ്പെട്ട ഘടകവും. ചാണ്ടിയുമ്മൻ അങ്ങനെ സ്വയം രൂപകൽപ്പന ചെയ്ത ചില പദ്ധതികളൊക്കെ മനസ്സിലുണ്ട്. അതാണ് എൻ്റെ മണ്ഡലത്തിൽ ഞാൻ ഈ ഡ്രഗ്സിനെതിരെയുള്ള ക്യാമ്പയിനായിട്ട് ഞാൻ MLA ആയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. അന്നാണ് ഈ സ്പോർട്സ് നമ്മൾ പ്രാധാന്യം കൊടുത്ത് നമ്മൾ ആദ്യം ഒരു സ്പോർട്സിൻ്റെ ടർഫ് ഉണ്ടാക്കി. പിന്നെ ഇപ്പം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ സ്പോർട്സിൻ്റെ ഫുട്ബോളിൻ്റെ ട്രെയിനിങ് ഡോൺ ബോസ്കോ സ്കൂൾസുമായിട്ട് ചേർന്നുകൊണ്ട് പുതുപ്പള്ളി മാത്രമല്ല കോട്ടയത്തിൽ മൊത്തമായിട്ട് 5 സെൻറ്റേഴ്സ് തുടങ്ങി. നമ്മൾ മെയ് 4 തുടങ്ങുകയാണ്. മഹാരാഷ്ട്ര ഗവർണർ ശ്രീ CP രാധാകൃഷ്ണനാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്പോർട്സിനെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ. പിന്നെ തണ്ണൂരവും എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഞങ്ങളുടെ മണ്ഡലത്തിൽ. അതിനെ ഒരു വാട്ടർ സ്പോർട്സിൻ്റെ സെൻ്ററാക്കാൻ ഞാൻ 25 ലക്ഷം കൊടുത്തു. അതുപോലെ തന്നെ അവിടെ കുറച്ച് ഒരു ആക്ടിവിറ്റീസ് തുടങ്ങാനുള്ള പ്ലാൻ. അപ്പോൾ സ്പോർട്സിനെ ബേസ് ചെയ്താണ് നമ്മൾ മണ്ഡലത്തിനെ ഇപ്പം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതുപോലെ IT അവിടെ കൊണ്ടുവരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതങ്ങോട്ട് ഫോർവേഡ് പോയിട്ടില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഉമ്മൻചാണ്ടി സാറിന് ഒരു ഏകദേശം 20 വർഷക്കാലം പല പാർട്ടികൾ രാഷ്ട്രീയപരമായിട്ടൊക്കെ വേട്ടയാടിയ സന്ദർഭങ്ങളുണ്ട്. അപ്പോഴൊന്നും ആടി ഉലയാതെ ചിരിച്ച മുഖത്തോടു കൂടിയിട്ടാണ് മാധ്യമങ്ങളെയൊക്കെ അഭിമുഖീകരിച്ചിട്ടുള്ളത്. സത്യം എന്തായാലും പുറത്തേക്ക് വരും. ഇതിന് സുതാര്യതയുണ്ടെന്ന് പറഞ്ഞ് ക്ലിഫ് ഹൗസിലെ ക്യാമറകൾ ഉൾപ്പെടെ ഏതൊരാൾക്കും കാണാൻ പറ്റാവുന്ന രീതിയിൽ കാണിച്ച മുഖ്യമന്ത്രിയാണ്. ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതായത് തെറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം. തെറ്റ് ചെയ്യൽ ശിക്ഷിക്കപ്പെടും, തെറ്റ് ചെയ്യൽ ശിക്ഷിക്കപ്പെടത്തില്ല. ആ ഒരു ബോധ്യം ഉറച്ച വിശ്വാസം ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നു. ചെറിയ വിശ്വാസമൊന്നുമില്ല, ഭയങ്കര വിശ്വാസം, കഠിനമായ വിശ്വാസം. അല്ലെ ആടി ഉലയത്തില്ലേ, ആടി ഉലഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഒരിക്കൽ പോലും ഒരാളെ, ഇവൻ സരിതരിശു വന്നില്ല, സരിതയെപ്പോലും എന്തെങ്കിലും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ സത്യം. ഈ പ്രതികൾക്ക് എതിരെ കാണിച്ചിരുന്ന ഒരു ബഹുമാനം ഉണ്ടല്ലോ സാർ, അത് ചാണ്ടിയുമ്മലിൽ നിന്നും ഭാവിയിൽ പ്രതീക്ഷിക്കാമോ? പ്രതിരോധമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. ഉണ്ടാവും, പ്രതിരോധിച്ചിരിക്കും, പക്ഷെ ഞങ്ങളുടെ രീതിയിൽ പ്രതിരോധിക്കും. അദ്ദേഹം പ്രതിരോധിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹം ശക്തമായി പ്രതിരോധിച്ചിട്ടുണ്ട്. അദ്ദേഹം അസംബ്ലിയിൽ കൃത്യമായിട്ട് സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അദ്ദേഹം വിഴിഞ്ഞം പോർട്ട് വന്നപ്പോഴും ഈ ആരോപണങ്ങൾ വന്നപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് എന്തായിരുന്നു? അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്യാത്ത അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് ആയിരുന്നു. ആ ഡിഫൻസ് കാലം തെളിയിച്ചിരിക്കുന്നു സത്യമാണെന്നുള്ളത്. അപ്പോൾ ഡിഫൻസ് ഇല്ലാതെ ഒരിക്കലും പോകത്തില്ല. ചിലപ്പം ഒഫൻസ് കൂടെ കാണും. അത് കൊള്ളാം. ഈ പുതിയ കാലത്ത് ഇപ്പോൾ രാഷ്ട്രീയ പ്രതീക്ഷകളായിട്ട് ഒരുപാട് പേര് കോൺഗ്രസിൽ വളർന്നു വരുന്നുണ്ട്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, ഷാഫി പറമ്പിലുണ്ട്. ഇവരൊക്കെ ആയിട്ടുള്ളൊരു ചർച്ചകൾ അല്ലെങ്കിൽ ഇവരൊക്കെ ആയിട്ടുള്ള ഒരു മുന്നോട്ട് പോക്ക്, അങ്ങനെയുള്ള ഒരു സംസാരങ്ങൾ ഉണ്ടാവാറുണ്ടോ? തീർച്ചയായിട്ടും എല്ലാവരും സഹപ്രവർത്തകരാണ്. ഇപ്പോൾ രാഹുലാണെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ ഒരേ ബെഞ്ചിലാണ് ഞങ്ങൾ അസംബ്ലിയിൽ ഇരിക്കുന്നത്. ഷാഫി ആണെങ്കിലും ഞങ്ങൾ 10-15 വർഷത്തെയെങ്കിലും പരിചയവും അടുപ്പമൊക്കെ ഉണ്ട്. അപ്പം വിഷ്ണുനാഥ് ആണെങ്കിലും അതല്ല സനീഷ് ആണെങ്കിലും ഞങ്ങളെല്ലാം ഒരേ കാലഘട്ടത്തിൽ, അവർ സീനിയേഴ്സായിട്ട് ഞങ്ങൾ ജൂനിയേഴ്സായിട്ടൊക്കെ വളർന്നു വന്നവരാണ്. അപ്പം ഞങ്ങളെല്ലാം ഒരേ, ബൽറാം ആണെങ്കിലും എല്ലാം, ഞങ്ങൾ ഹൈബി ആണെങ്കിലും ഡീൻ ആണെങ്കിലും ഞങ്ങളെല്ലാം ഒരേ, എന്താ പറയുക, ഒരേ കാലഘട്ടത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ട്സാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും അതേപോലെ KSUവിൻ്റെയും. അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം തമ്മിലൊരു പ്രശ്നത്തിൻ്റെയും കാര്യമില്ല. ഞങ്ങൾ ഈ കോൺഗ്രസിൻ്റെയോടൊപ്പം സഞ്ചരിക്കുന്ന
വ്യക്തികൾ. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലും എതിർ പാർട്ടി ഉണ്ടായിരുന്ന നേതാക്കളുമായിട്ട് വലിയ രീതിയിലുള്ള സൗഹൃദമൊക്കെ കാത്തു സൂക്ഷിച്ചിരുന്ന മനുഷ്യനാണ്. ഇപ്പോഴും ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ എന്നുള്ള ബഹുമാനത്തോടുകൂടി വിളിക്കുകയും വിശേഷങ്ങൾ തിരക്കുകയും ചെയ്യുന്ന മറ്റൊരു പാർട്ടിയിലെ നേതാവ് ആരായിരിക്കും? ഏറ്റവും അടുപ്പ തോന്നുന്നത് പന്ന്യൻ രവീന്ദ്രനെ വിളിച്ചന്വേഷിക്കുക എന്നുള്ളതല്ല, നമ്മളെ കാണുമ്പോൾ ആ സ്നേഹം നമ്മുടെ മനസ്സത് തിരിച്ചറിയും. ഉമ്മൻചാണ്ടിയോട് എനിക്ക് താരതമ്യപ്പെടുത്താവുന്ന ഒരാളായിട്ട് തോന്നിയിരിക്കുന്നു പന്ന്യൻ രവീന്ദ്രൻ. ഈ സോ സിമ്പിൾ. എനിക്ക് അദ്ദേഹത്തോട് പ്രത്യേകമായിട്ടൊരു ബഹുമാനമുണ്ട്. പലപ്പോഴും ഉമ്മൻചാണ്ടി പിണറായി വിജയൻ കമ്പാരിസണുകളിൽ പറയുന്നൊരു കാര്യം മുഖത്തെ ചിരിയാണ്. ഉമ്മൻചാണ്ടി എല്ലാവരെയും ചിരിച്ചുകൊണ്ടാണ് അഭിവാദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഈ മുഖ്യമന്ത്രി പലപ്പോഴും അങ്ങനെയല്ല, കുറച്ച് ഷോൺ ഫേസ്ഡ് ആയിട്ടാണ് അദ്ദേഹത്തെ കാണപ്പെടുന്നത് എന്നുള്ളതാണ്. കൈ തന്നാണ് നിയമസഭയിലേക്ക് അന്ന് വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. എപ്പോഴെങ്കിലും ഈ സംസാരത്തിനിടയിൽ ചിരിയെപ്പറ്റി അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഓരോ വ്യക്തിക്കും ഓരോ പ്രത്യേകതകളാണ്. എൻ്റെ ഫാദറിൻ്റെ പ്രത്യേകത മറ്റൊരാൾക്ക് പറഞ്ഞാൽ എനിക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റും. മുഖ്യമന്ത്രിയുടെ പ്രത്യേകത അദ്ദേഹത്തിന് മാത്രമുള്ളതാണ്. എൻ്റെ ഫാദർ അദ്ദേഹത്തിൻ്റെ രീതി ഐഡൻറ്റിക്കലാണ്, എന്താ പറയുക, യുണീക്കാണ്. ഓരോ വ്യക്തികളും ഓരോ രീതികളാണ്. അതിനകത്ത് ഇപ്പം നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ലീഡേഴ്സും അവരുടെ രീതിയിൽ പ്രവർത്തിക്കും. അതാണ് ഞാൻ കാണുന്നത്. അദ്ദേഹമായിട്ടുള്ള ഒരു സംഭാഷണം, പ്രത്യേകിച്ച് MLA ആയതിനു ശേഷം, എന്തിനെ പറ്റിയായിരുന്നു? അല്ല, ഞാൻ അദ്ദേഹത്തെ ഏറ്റവും അവസാനം കണ്ടത് എൻ്റെ പിതാവ് വളരെയധികം അവസാന നിമിഷം വരെ അദ്ദേഹത്തിൻ്റെ ഡെത്ത് ബെഡിൽ പോലും വി മുരളീധരനോടും ശ്രീ യൂസഫിലോടൊക്കെ പറഞ്ഞത് നിമിഷപ്രിയ എന്ന് പറയുന്ന ആ കുട്ടിയുടെ മോചനത്തെ പറ്റി. അദ്ദേഹം ഡെത്ത് ബെഡിൽ കിടക്കുമ്പോൾ അവസാനം ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട് ഞാൻ സംസാരിച്ചതും ഈ നിമിഷപ്രിയയുടെ ഒരു മാറ്ററാണ്. നിമിഷപ്രിയയുടെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കത്തെഴുതണം എന്ന് ഞാൻ ആവശ്യപ്പെടാനാണ് അദ്ദേഹത്തെ പോയി കണ്ടത്. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും, കത്തയക്കുകയും ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ അപ്രോച്ച് ചെയ്യാൻ അദ്ദേഹം അച്ഛനെ പോലെ തന്നെ എളുപ്പമുള്ള ഒരാളായിട്ടാണോ ഒരു MLA എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുള്ളത്? അല്ല, അതെനിക്കിപ്പം ഓരോരുത്തരെ ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. എനിക്കിപ്പം അദ്ദേഹത്തിൻ്റെ കാര്യം വേറൊരാളുടെ കാര്യം പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും ഞാൻ പോയി കണ്ട് കാര്യങ്ങൾ പറയാറുണ്ട്. സ്വാഭാവികമായിട്ട് MLA എന്ന നിലയ്ക്ക് നിയമസഭയിലൊക്കെ വെച്ച് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവും. ഒരു ദിവസം ഒരു കത്തുകളും ലഭിക്കാതിരുന്നപ്പോൾ മക്കളൊക്കെ കൂടി ഒരു കത്തെഴുതി അച്ഛന് കൊടുത്തു വന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ആളുകളായി ചുറ്റപ്പെട്ട് നിൽക്കാൻ തന്നെയായിരുന്നു സാർ ഏറ്റവും അധികം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്? കുഞ്ഞു അങ്ങനെ മാത്രമാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. പിന്നെ അത് വന്നപ്പോൾ പിന്നെ ഞങ്ങൾക്കും എല്ലാ ഒരു രീതിയിലോട്ട് അങ്ങോട്ട് മാറി. ഞങ്ങൾ ആളില്ലാതിരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി. വർഷങ്ങൾ ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പിന്തുടർച്ച എന്നുള്ള രീതിയിലൊക്കെ മുഖ്യമന്ത്രി ആവുന്നത് ചാണ്ടി ഉമ്മനായിരിക്കും അങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആളുകൾ സ്വപ്നം കണ്ടാൽ ആ സ്വപ്നങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുക? ഞാൻ ഈ MLA ആയിട്ട് തന്നെ എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റില്ല, ഒരു ബുദ്ധിമുട്ടായിരിക്കുക. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രയും അതുപോലെ ആൾക്കാരെ കാണുന്നു, ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പോലും ഞാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മണ്ഡലത്തിൽ നിന്ന് പുറത്തുള്ള എക്സ്പെക്റ്റേഷൻസ്. കാരണം ആൾക്കാർ അപ്പേ പ്രതീക്ഷ തന്നെ വിളിക്കുമ്പോൾ എനിക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റാത്തൊരു സാഹചര്യം. അതുപോലെ ചില ഉത്തരവാദിത്തങ്ങൾ, സർവമത സമ്മേളനവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം എനിക്കുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എല്ലാ എക്സ്പെക്റ്റേഷൻ പൂർത്തിയാക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പം ഇത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കി. എനിക്ക് MLA ആകാൻ പറ്റിയതും ജനങ്ങളെ സേവിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ്. ബാക്കിയൊന്നും ഞാൻ അതൊന്നും ചിന്തിക്കാറില്ല. അന്ന് അദ്ദേഹത്തിൻ്റെ അവസാന സമയത്ത് ചികിത്സാ വിവാദമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മക്കളോട് എന്താ പറഞ്ഞിരുന്നത്? ചുറ്റുമുള്ള കാര്യങ്ങളെ, കോലാഹലങ്ങളെ പറ്റി നിങ്ങൾ ബോധവാന്മാരുണ്ട്, എനിക്കറിയാമല്ലോ സത്യങ്ങളൊക്കെ, അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്? അല്ല, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ കുഞ്ഞിനെ എപ്പോഴും അതൊരു കുടുംബം ഇങ്ങനെ ദുഃഖിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ദുഃഖിതനായിരുന്നു. ചെറുതായി ആവശ്യമില്ലാതെ വിവാദമൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഉയർത്തിയവരോട് ചൊല്ലി അദ്ദേഹത്തിന് ഒരു ദുഃഖം മനസ്സിലുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ അവരൊക്കെ സംസാരിക്കുന്നല്ലോ എന്ന്. എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളത് ഒരു വ്യക്തിയുടെ ചോയ്സാണ്. മാത്രമല്ല, ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമേ ലോകത്തുള്ളതെന്ന് പറഞ്ഞാൽ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇപ്പം വിദേശത്ത് ഞാൻ കഴിഞ്ഞ വർഷം UK പോയപ്പോൾ ഞാൻ ലണ്ടൻ ടവർ ബ്രിഡ്ജിൻ്റെ അടുത്ത് ഒരു ഷോപ്പിൽ കയറി. ബേസിക്കലി മെഡിസിൻസും കാര്യങ്ങളൊക്കെ മൊത്തം ഇന്ത്യൻ സ്റ്റഫാണ്. അശ്വഗന്ധ, ടെർമറിക് അടക്കമുള്ള സാധനങ്ങൾ ആ ഷോപ്പ് ഫില്ല് ചെയ്തിരിക്കുന്നു. നിങ്ങൾ അവിടെ ചെന്നാൽ, ലണ്ടനിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്താൽ മതി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റോർ H&B എന്ന് കണ്ടാൽ എൻ്റെ പേര്, ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോറുകളിലൊന്നാണ്. മൊത്തം അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഇന്ത്യൻ സാധനങ്ങളും ടെർമറിക് അടക്കമുള്ള കാര്യങ്ങളാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ടും കൊടുക്കുന്നതും ഉപയോഗിക്കുന്നതും. അതുകൊണ്ട് ഈ ഇല്ലാത്തൊരു വിവാദം ഉണ്ടാക്കിയെടുക്കുക, ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു
ഇതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ അതിനെ കാണുന്നു. ഉമ്മൻചാണ്ടി തൊണ്ടയ്ക്ക് മാത്രമേ പ്രശ്നമുള്ളായിരുന്നു, ഓർമ്മയ്ക്കോ ബുദ്ധിക്കോ ഇറ്റ് വാസ് വെരി ഷാർപ്പ്. അപ്പോൾ അദ്ദേഹം പലപ്പോഴും നിമിഷം വെച്ചാലും പറഞ്ഞിട്ട് എനിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അല്ല ഉമ്മൻചാണ്ടിയില്ലേ തീരുമാനിക്കുന്നത്. 2019 നവംബർ 19 ആണെന്ന് തോന്നുന്നു RCC പറഞ്ഞിട്ട് തീരുമാനിച്ച ഈ പ്രശ്നം വെച്ചിട്ട്. അപ്പോഴത്തെ പുള്ളിക്കകത്ത് ഒരു ഡെങ്കുപ്പനി വന്നു, ഭയങ്കര ബ്ലഡിൻ്റെ കൗണ്ട് കുറഞ്ഞു. അപ്പോഴത്തെ കൗണ്ട് നോർമലാകാതെ ഇവർ ചെയ്യത്തില്ല. അതിനൊക്കെ നമ്മൾ ജർമ്മനിയിൽ പോയി ഇതെല്ലാം കഴിച്ചു വന്നപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയുർവേദ ചികിത്സ അത് പൂർണ്ണമായിട്ട് 2019 ഡിസംബർ 22 തോന്നുന്നു ഈ റിസൾട്ട് വരുന്നത്. എന്നിട്ട് അത് പേപ്പറിലൊക്കെ വന്നിരുന്നു. അന്ന് പോകാൻ ഞങ്ങൾ വിളിക്കാതെ കുഞ്ഞും വിളിക്കായിരുന്നു. അപ്പോൾ ഈ ഒരു ഡെങ്കിപ്പനി വന്നുകൊണ്ടല്ലേ അന്നങ്ങനെ മാറിപ്പോയത്. അപ്പോൾ ഉമ്മൻചാണ്ടി ഞങ്ങൾ തയ്യാറായിരുന്നു ഇംഗ്ലീഷ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ. അങ്ങനെ ഒരുപാട് ആരോപണങ്ങളൊക്കെ വെറുതെ പറയാം. ഉമ്മൻചാണ്ടിയുടെ രീതിയിൽ ഉമ്മൻചാണ്ടി എല്ലാവരും ക്ഷമിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് ഒരു പടി കൂട്ടി പറയാനുള്ളത് അവർ സ്വാഗതം ചെയ്യുന്നു. അവർ നമ്മളെ ഈ കഷ്ടാനുഭവിച്ചാണ് സഹനം പഠിപ്പിക്കുന്നു. എൻ്റെ എന്നെ ക്ഷമിക്കാൻ എന്നെ കൂടുതലായിട്ട് പഠിപ്പിക്കുന്നു. ഞാൻ ഈ സഹനത്തിൽ കൂടെ കടന്നു പോകുന്നുള്ളത് ദൈവനിശ്ചയമാണ്. തലമുടി നാഴി പോലെ എണ്ണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവം അവരെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഉപയോഗിക്കുന്നതും എനിക്ക് അവരോട് നന്ദിയേ ഉള്ളൂ. അവർ കുറച്ചുകൂടെ പറയട്ടെ, അപ്പോൾ നമുക്കുള്ള സഹനത്തിൻ്റെ ശക്തി കുറച്ചുകൂടെ കൂട്ടാം. വലിയ മനസ്സാണ്. 2005 അമൃത എക്സ്പ്രസ് തുടങ്ങിയത്. അന്ന് ഞാനുവേണ്ട സത്യത്തിൽ കുറച്ച് കൊച്ചാ. എന്നാ മോൻ പറഞ്ഞാണ് അമ്മ ഇങ്ങനെ ഒരുങ്ങി പോരുത്. ഞാൻ നമ്മളെ പോയിട്ട് പിന്നെ ഇൻ്റർനാഷണൽ വിമൻസ് ഡേ ആയിരുന്നു. ഉമ്മൻചാണ്ടിയെ പിടിച്ച് ഞാൻ കൊണ്ടുപോയതാണ്. എനിക്ക് പിന്നെ ഒത്തിരി പ്രാവശ്യം ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട്, ഞാൻ കാരണമാണല്ലോ ഇതൊക്കെ. യോഗി അങ്ങനൊന്നും പറയില്ല. അന്ന് 2005 തുടങ്ങിയതാണ്. 2006 എങ്ങാണ്ട് ഈ വിവാദം തുടങ്ങിയത്. അത് പിന്നെ ഇങ്ങനെ ഓരോ സീരീസായിട്ട് ഓരോ വിവാദങ്ങളിങ്ങനെ വന്നു. അതെല്ലാം പാകത്തുക തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ, അതെല്ലാം ആരും നമ്മൾ റിയാക്ട് സഹനം പഠിച്ചു. പിന്നെ എനിക്ക് ചാണ്ടിമനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് അഭിമാനം തോന്നിയ ഒരു നിമിഷം. കുഞ്ഞ് മരിച്ച് കുഞ്ഞിൻ്റെ ബോഡി കണ്ടപ്പോൾ ഒരു ഫിലിം സ്റ്റാർ കുഞ്ഞിനേട്ടൻ എന്തൊക്കെ മോശമായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ വേദനയിടയിലും പ്രാർത്ഥിച്ചു, ദൈവമേ മോനെ കുഞ്ഞിനെ പോലെ തന്നെ ക്ഷമിക്കാൻ മനസ്സ് കൊടുക്കണേ. ഞാൻ വേദനയിടയിലും ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ അതുപോലെ തന്നെ മോൻ പറഞ്ഞു ആ സ്റ്റാൻഡേർഡ് കേസ്. അത് എനിക്ക് ഒത്തിരി അഭിമാനം. മോനോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്കത് വലിയ സന്തോഷം അഭിമാനമുണ്ട്. മോൻ അതുപോലെ തന്നെ ക്ഷമിക്കാനൊരു മനസ്സ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരും അങ്ങനെ ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നില്ല. അതിലെനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ദൈവത്തിനോട് നന്ദിയുണ്ട്. നിങ്ങളുടെ ഇൻ്റർവ്യൂ അതിന് കാരണം അല്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ, മോനോട് പറഞ്ഞിട്ടില്ല. പറയാൻ നേരം കിട്ടണ്ടേ. ഉമ്മൻചാണ്ടിയാണ്ട് 10 സെക്കൻഡെങ്കിലും സംസാരിക്കും, അതും ഇല്ലല്ലോ. ആ കാര്യം അറിയുന്നതും ഒക്കെ മാധ്യമങ്ങളിൽ ലൈവായിട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞോ? ആണോ? ഞാൻ അറിഞ്ഞില്ല. അതൊക്കെ ലൈവായിട്ട് വരുന്നുണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ട് ഞാൻ ഇവര് രാവിലെ വന്ന് പറഞ്ഞപ്പോഴേ ഇത് ആവശ്യമില്ലാത്ത ഓരോ വിവാദങ്ങളെന്നല്ലേ നമുക്കിതിനിടെ അദ്ദേഹം മരിച്ചിരിക്കുന്ന വിഷമത്തിന് ഇത് കേൾക്കാൻ ഇവിടെ സമയം. നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇവർ വന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ കാര്യം ഉണ്ടായെന്ന് പോലും പറഞ്ഞത്. അപ്പോൾ നമ്മൾ അത്രേ അതിന് കൊടുക്കുന്നുള്ളൂ വാല്യൂ. പക്ഷെ അത് ഏറ്റവും പക്വവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവത്തോട് നീതിപുലർത്തുകയും ചെയ്യുന്ന ആ ഒരു പ്രതികരണമായിരുന്നു എന്ന് തന്നെ പറയണം. അദ്ദേഹത്തിന് കുഞ്ഞൂഞ്ഞിന് ഇഷ്ടം കഞ്ഞിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു റൈറ്റപ്പ് ഒക്കെ വന്നിരുന്നു. മകനും അങ്ങനെയുള്ള ഭക്ഷണം ഇഷ്ടം. കഞ്ഞിയും പയറും മോനും ഇഷ്ടം, കൊച്ചുമോനും ഇഷ്ടമാണ്. മോന് കഞ്ഞിയും പയറും തലമുറകളായിട്ട് ഇതിങ്ങനെ വരുന്നുണ്ട്. ദൈവവിശ്വാസം എങ്ങനെയാണ്? ദൈവത്തിലല്ലേ വിശ്വാസമുള്ളൂ, വേറെ വിശ്വാസം. പള്ളിപ്പോക്ക് അല്ലെങ്കിൽ ദൈവത്തിനോടുള്ള പ്രാർത്ഥന അതിനൊക്കെ എങ്ങനെ സമയം കണ്ടെത്താറുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പ്രത്യേകിച്ച് കഷ്ടാനുഭവിച്ചാൽ മിക്കവാറും ഈ പള്ളി റെഗുലറാണ്. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൻ്റെ തിരക്കുകൾ കാരണം ഈ സിനിമ, പുസ്തക വായന അതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. ചാണ്ടിയുമ്മൻ എങ്ങനെയാണ് സിനിമ കാണാനും അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കാനും സമയം? ഇടയ്ക്കും പ്രത്യേകമൊക്കെ സിനിമ കാണാറുണ്ട്, പുസ്തകം വായിക്കാറുണ്ട്. പക്ഷേ അതും ഇതേപോലെ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ യാത്രകൾ കൂടുതലാണ്. യാത്രകൾ കൂടുതലാകുമ്പോൾ നമുക്ക് ചില പരിമിതികളുണ്ട്. എങ്കിലും ആ സമയത്ത് ബുക്ക് വായിക്കാൻ ശ്രമിക്കും. പിന്നെ ഇപ്പം സിനിമ കാണാൻ ഇപ്പം ആപ്സ് ഉണ്ടല്ലോ. ഏറ്റവും അവസാനം കണ്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതാണ്? ഷാവ നല്ല പടം. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഒരു കൺസെപ്റ്റും
തീർച്ചയായിട്ടും ഈ രാജ്യത്തിനുള്ള സ്നേഹമൊക്കെ കാണിക്കുന്നത് ഭയങ്കരമായിട്ടാണ്. പക്ഷെ അതിനെതിരെ വന്ന വിമർശനങ്ങളും ഉണ്ടായിരുന്നല്ലോ. ഞാൻ ശ്രദ്ധിച്ചു. സിനിമ മാത്രമേ ഞാൻ കണ്ടുള്ളൂ, അതിൻ്റെ വിമർശനം ഞാൻ കണ്ടില്ല. ഈ സിനിമയിൽ വരുന്ന കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ വിമർശിക്കുകയും അല്ലെങ്കിൽ അതിന് രാഷ്ട്രീയ സ്വഭാവമൊക്കെ കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ അടുത്ത് വന്നിട്ടുണ്ട്, പെമ്പുരാനിലൊക്കെ ഉൾപ്പെടെ. ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ, അല്ലെങ്കിൽ ഇതിനൊക്കെ ആ പ്രാധാന്യം കൊടുക്കാറുണ്ടോ ചാണ്ടിയമ്മൻ എന്നുള്ള രാഷ്ട്രീയമൊക്കെ? ഇപ്പം നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യം, ഇപ്പോൾ സിനിമ അവരുടെ ഇഷ്ടത്തിന് അവർ എടുക്കുന്നു, അവരുടെ വ്യൂ പോയിന്റ്, അതിനെല്ലാത്തിനും നമ്മൾ പുറകെ പോകേണ്ട കാര്യമില്ല. പക്ഷെ സിനിമയായിരിക്കണം. സിനിമയും ഫിക്ഷനും കൂടെ ഹിസ്റ്ററിയും കൂടെ കൂട്ടിക്കലർത്തുന്ന എനിക്കൊരു അഭിപ്രായമുണ്ട്. ഹിസ്റ്ററി ആയിട്ടും ഫിക്ഷനുമായിട്ടും പോകണം, അതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അവരുടെ ഇഷ്ടമാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. ഏതൊരു ഫിലിമും എങ്ങനെ വേണമെങ്കിൽ എടുക്കാൻ, അത് ഏത് സിനിമയാണെങ്കിലും എടുക്കുന്നതിന് കുഴപ്പമില്ല. കാരണം ആൾക്കാരും അവെയർ ആവുന്നത് അങ്ങനത്തെ ഫിലിംസ് വരുമ്പോഴാണല്ലോ ഓരോ കാര്യങ്ങളെക്കുറിച്ചും. അതുകൊണ്ട് ഹിസ്റ്റോറിക്കൽ ഫിലിംസിന് വളരെ പ്രാധാന്യമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം ബാബാ സാഹേബ് അംബേദ്കറാണ്. ഹിസ്റ്റോറിക്കലായിട്ട് വെച്ച് നോക്കുമ്പോൾ എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം ഇത്രയും ഡിഗ്രി എടുക്കാനുള്ള കാരണം തന്നെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ആ ഒരു ഫിലിം കണ്ടുകൊണ്ട് ഒരു ഡിഗ്രി കൂടെ എടുക്കണമെന്ന് തോന്നി. എനിക്ക് പിന്നെ എടുക്കണമെന്നുണ്ട് ആഗ്രഹം. കാരണം അംബേദ്കറിനെ പോലെ ആളുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ അത് വരച്ചു കാണിച്ചിരിക്കുകയാണ്. അത് മമ്മൂട്ടിയുടെ ഒരു കാര്യം. അപ്പോൾ ഹിസ്റ്റോറിക്കലായിട്ടൊരു ഫിലിം എടുക്കുമ്പോൾ അതിൻ്റെ ഫുൾ ഇമ്പാക്റ്റും നമുക്കുണ്ടാവും. അതും പ്രത്യേകിച്ച് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചുള്ള ഫിലിംസൊക്കെ എടുക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അച്ഛൻ്റെ ജീവിതം ബയോപിക് ആക്കുകയാണെങ്കിൽ മമ്മൂക്കയെ വേണമെന്നും ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അതെ, അല്ല അദ്ദേഹത്തിനെ കുറിച്ച് സിനിമ എടുക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കും. രാത്രി 12 മണി വരെയുള്ള പരാതികൾക്കും അല്ലെങ്കിൽ ഫോൺ വിളികൾക്കും ഒക്കെ അപ്പുറം 5 മണിക്ക് കൃത്യമായിട്ട് എഴുന്നേൽക്കുകയും എല്ലാ പത്രങ്ങളും വായിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് ഉമ്മൻചാണ്ടി സാർ. മകന്റെ ദിനചര്യ എങ്ങനെയൊക്കെയാണ്? എനിക്ക് അറിയത്തില്ല. എന്നാ പറഞ്ഞ എങ്ങനെയാ ഒരു ദിനചര്യ, ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാ? ഡേ ഇൻ മൈ ലൈഫ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ പരിപാടികളാണ് ബേസിക്കലി. അതിപ്പം 8 o'clock തുടങ്ങി പല പരിപാടികൾ. 8 o'clock ആണ്. പിന്നെ ആളുകൾ കാണുന്നു രാവിലെ യാത്രകൾ. ബേസിക്കലി ഒരു 2-3 ചിലപ്പം 3 ജില്ലയൊക്കെ ഒരുമിച്ച് പോയെന്നിരിക്കും. അങ്ങനെ ഞാൻ അപ്പം ചെയ്യാറുണ്ട്. പക്ഷെ റുട്ടീനായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇടുമ്പോൾ അപ്പം വളരെ സിസ്റ്റമാറ്റിക് ഒരു പ്രോഗ്രാം, ഒരു ചാർട്ടിൽ ഒരു വളരെ പുള്ളി വരച്ചെടുക്കുന്ന പോലെ വരച്ചെടുക്കും. എനിക്ക് അങ്ങോട്ട് ആ ഒരു ഇത് എത്തിയിട്ടില്ല. പത്രവായന എങ്ങനെയാണ്? പത്രവായന ഇപ്പം തീരെ കുറവാണ്. ദേശാഭിമാനി വായിക്കാറുണ്ട്? ഇല്ല, ഒരു പത്രമേ ഉള്ളൂ. പുതുപ്പള്ളിയിൽ ഒരു പത്രമേ ഉള്ളൂ ഞാൻ എടുക്കുന്നുള്ളൂ. മനോരമ മാതൃഭൂമി 2 പത്രവും വായിക്കുന്നുണ്ട്. രാഷ്ട്രീയ ചർച്ചകൾ ഒരുപാട് നടക്കാറുണ്ടല്ലോ നമ്മുടെ ടി വികളിലൊക്കെ തന്നെ, ഒരു വിഷയത്തെ എടുത്തിട്ട്. അങ്ങനത്തെ രാഷ്ട്രീയ ചർച്ചകളിലൊന്നും ഒരു പ്രത്യേക ഫൈൻഡിങ് ഒന്നും ഉണ്ടാവാറില്ല. അങ്ങനെയുള്ള ചർച്ചകളിലൊന്നും ഞാൻ എവിടെയും ചാണ്ടിയമ്മനെ അധികം കണ്ടിട്ടുമില്ല. വളരെ ചുരുക്കമായിട്ട് പോയിട്ടുണ്ട്. ആ ചർച്ചകളിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മാധ്യമങ്ങളുടെ ചർച്ചകൾ ഫ്രൂട്ട്ഫുൾ അല്ല എന്നുള്ള അഭിപ്രായം ഉണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ അതിനൊരു റിസൾട്ട് ഉണ്ടാവണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അല്ലെങ്കിൽ കാരണം ഞാൻ ഈ സോളാർ സമയത്ത് ഇത് വളരെ ശ്രദ്ധിച്ചിട്ടുള്ള ആളാണ്. വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു എന്നും നടന്നുകൊണ്ടിരുന്നത്. വൺ സൈഡഡ്. അപ്പോൾ ആ ഒരു മാധ്യമ ദൃഷ്ടിയിൽ ഞാൻ ഇന്നും ഇതിനെ കാണുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇച്ചിരി ഒരു ഫ്രൂട്ട്ഫുള്ളായി അത് പോയാൽ കൊള്ളാമെന്നൊരു അഭിപ്രായം. അമ്മ ഇപ്പം എങ്ങനെയാണ്, വാർത്തകൾ കാണാറുണ്ടോ, ചാനലുകൾ കാണാറുണ്ടോ? ഒരു 2-3-4 പേര് വന്നിരിക്കും ചാനൽ ചർച്ചയ്ക്ക്. ഓരോരുത്തരും ഓരോ പ്രത്യേക ശാസ്ത്രത്തെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും. അവർക്ക് അത് വീട്ടിൽ പറയാനൊക്കത്തില്ലല്ലോ. സത്യം പുറത്ത് പറയണമെന്നില്ല. അതുകൊണ്ട് അവർക്ക് സത്യമായിട്ട് കാര്യങ്ങളെല്ലാം പുറത്ത് പറയാൻ പറ്റുമോ? പിന്നെ എന്നെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ പോലെ ഒരുപാട് വ്യക്തിപരമായ കാര്യങ്ങളിൽ ഫോക്കസ് കൊടുക്കാതെ ഒത്തിരി പിള്ളേരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഇന്നത്തെ തലമുറ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് കുറച്ചുകൂടെ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒത്തിരി നെഗറ്റിവിറ്റി ഇപ്പോൾ ഉമ്മൻചാണ്ടി ഫാമിലിയിൽ അതിനകത്ത് നാട്ടുകാർക്ക് എന്താ നഷ്ടം, നല്ല നാട്ടുകാർക്ക് എന്താ ഗെയിൻ? എന്തിനാ മാധ്യമകാർ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? വ്യക്തിപരമായ കാര്യങ്ങളിൽ എനിക്ക് ആൾക്കാരെ അത് തന്നെയല്ല മോനെ, ഒരാളെ സാറ്റിസ്ഫൈ ആകരുത്. നമുക്ക് ആർക്കും തെറ്റുപറ്റാം. അതെടുത്ത് കളിയാക്കുക, പരിഹസിക്കുക, അതിനുശേഷം അവർക്കൊരു ഇമോഷൻസൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അതൊരിക്കലും മാധ്യമങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്ക് തോന്നിയിട്ട്. അതുകൊണ്ട് എന്ത് ഗെയിനാണ്, എന്ത് മെസ്സേജാണ് കൊടുക്കുന്ന പിള്ളേർക്ക്? അടുത്ത തലമുറയ്ക്ക് പരിഹാസമല്ലേ, സാഡിസമല്ലേ? അത് നമ്മൾ ചെയ്യാവും. നിങ്ങൾക്കൊരു ഇത് കിട്ടിയിട്ട് ഒരു ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾക്കൊരു ഇതുണ്ട്. എല്ലാവരും ഞങ്ങളെപ്പോലെ ഒന്നും മാധ്യമക്കാർക്ക് അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അത് വിഷുവാണെങ്കിൽ ഭയങ്കരമായിട്ട് പറ്റും. അപ്പോൾ അത് നന്മയ്ക്കായിട്ട് ഉപയോഗിക്കണം, ജനറേഷൻ്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കണം. ഈ രാഷ്ട്രീയ ആക്രമണങ്ങളെ കുറച്ചുകൂടിയൊക്കെ വ്യക്തിപരമായിട്ട് മാറുന്നുണ്ട് ഈ ഏജിൽ. അതായത് ഉള്ള വ്യക്തി ജീവിതത്തെ കൂടി കടന്നിട്ടാണ് പലപ്പോഴും
രാഷ്ട്രീയ ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ പോകുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അല്ല, അതിപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ പൊളിറ്റിക്സ് അങ്ങനെയാണ് എന്നും. അത് ഒരു മാറ്റം അനിവാര്യം തന്നെയാണ്. നമുക്ക് ഇഷ്യൂസ് ഇവിടെ നമ്മൾ ഫ്രൂട്ട്ഫുൾ എന്നല്ല ഞാൻ പറയുക, ഇഷ്യൂസ് അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ 2015 നവംബർ 1 വിഴിഞ്ഞം പോർട്ടിന്റെ തറക്കല്ലിട്ടത്. ഇന്ന് ആ പോർട്ട് എവിടെ എത്തിയിരിക്കുന്നു? കേരളത്തിന്റെ തന്നെ ഒരു ബേസ് ആവാൻ പോവാണ്, ഇന്ത്യയുടെ ബേസ് ആവാൻ പോവാണ്. പക്ഷേ 2015 ആ തറക്കല്ലിട്ട ദിവസം ഡിസ്കഷൻ മാധ്യമങ്ങൾ വേറെയായിരുന്നു. അതാണ് പോയിന്റ് ഞാൻ പറഞ്ഞു വന്നത്. യഥാർത്ഥ ഇഷ്യൂസിനെ ചർച്ച ചെയ്യുന്നില്ല, ഇത് ഹൈലൈറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ പ്രത്യേകിച്ച് അക്കാര്യത്തിൽ ചില വെസ്റ്റേൺ കൺട്രീസിനെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇസ്രായേലിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടെങ്കിൽ അവർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറില്ലെന്നാണ് ഞാൻ കേട്ടുള്ളത്. അതിൽ വെസ്റ്റിലാണെങ്കിലും നമ്മൾ പത്രം എടുത്ത് നോക്കിയാൽ ഒത്തിരി കാര്യങ്ങൾ അവർ വേറെ എന്താ പറയുക, സ്പോർട്സ് ആയിട്ടും ഫിലിമായിട്ടും അല്ലെങ്കിൽ ബിസിനസ് ആയിട്ടും ഒക്കെ ഒരു ഡിസ്കഷൻസ്. പൊളിറ്റിക്സ് നമ്മൾ ഓവർ ഇൻഫ്ലേറ്റ് ചെയ്യുമോ എന്നൊരു സംശയം. പൊളിറ്റിക്സ് വേണം, പക്ഷെ അത് ഒത്തിരി കൂടിപ്പോയി നമ്മുടെ വികസനത്തെയും നമ്മുടെ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങളെയും നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളെയൊക്കെ ഇഗ്നോറായി പോകുന്നു എന്നൊരു സംശയം. അത് ഞാൻ വിഴിഞ്ഞത് തറക്കല്ലിടുമ്പോൾ ഞാനിവിടെ TV കണ്ടുകൊണ്ടിരിക്കുക. എല്ലാ ചാനലും മാറി മാറി ഓരോറ്റ ചാനൽ പോലും എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ടു. എനിക്കൊരു വലിയ ദുഃഖം. ഇന്നും വിഴിഞ്ഞം നല്ലതായിട്ടൊരു പറ്റി മിക്സ്ഡ് ഫീലിങ്ങാണ്. എൻ്റെ ദൈവമേ, ഉമ്മൻചാണ്ടിക്ക് ഒറ്റ പ്രാവശ്യം പോലും ഒരു ബീഡിയാക്കാൻ കൊടുത്തോ ആരെങ്കിലും കൊണ്ട് ഞാൻ കണ്ടില്ല. അത് BDJs ആയിരുന്നു എന്ന് വന്നു എനിക്ക് ഓർമ്മയുണ്ട്. BDJസിനെ കുറിച്ചാണ് ഹോൾ ചാനൽസ് എല്ലാം ഡിസ്കസ് ചെയ്ത്. അതെനിക്കൊരു ഒരു ദുഃഖപത്രി ഞാൻ പറഞ്ഞു. പക്ഷേ അത് വികസിച്ച് വരുന്നു, നമ്പർ 1 ഇന്ത്യയിലേക്ക് നന്നാവുന്നു, ഭയങ്കരമായിട്ട് അതിലേക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഓർഗനൈസ് ചെയ്ത പല പദ്ധതികളും ഇന്ന് വലിയ രീതിയിൽ യാഥാർത്ഥ്യമാവുന്നു. ഇപ്പോൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഹൈവേയുടെയൊക്കെ ആദ്യ ആലോചനകൾ ഇവിടെ നടന്നു കേരള സമൂഹത്തിനും അല്ലെങ്കിൽ രാഷ്ട്രീയം നിരീക്ഷിച്ചവർക്കൊക്കെ അറിയാം. ഈ ക്രെഡിറ്റ് കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ പലപ്പോഴും? അല്ല, ക്രെഡിറ്റ് വേണമെന്നില്ല, ക്രെഡിറ്റ് എടുത്തോട്ടെ, പരിപാടി നിർത്താം. കൊച്ചിനെ വളർത്തുന്ന ക്രെഡിറ്റ് ആരും വേണം എടുത്തോട്ടെ. കൊച്ചുണ്ടായാൽ മതി, അല്ലെങ്കിൽ വളർന്ന് വന്നാൽ മതി, നാടിന് ഗുണം കിട്ടട്ടെ. ക്രെഡിറ്റ് കുഴപ്പമില്ല. ക്രെഡിറ്റ് നമ്മൾ വാഴ്ത്തിപ്പാടേണ്ടതല്ല. പല കാര്യങ്ങളും ഇപ്പം ഇടുക്കി ഡാം നമുക്ക് ആരാന്നറിയോ? അതേപോലെ എത്രയോ പദ്ധതികളുണ്ട്. ഇപ്പം വെസ്റ്റേൺ കൺട്രീസിനെ എടുത്ത് നോക്കൂ, അവരിങ്ങനെ ക്രെഡിറ്റിന് വേണ്ടി ആരും നടക്കുന്നില്ലല്ലോ. പരിപാടിയും പദ്ധതി നടക്കട്ടെ, നമ്മുടെ നാട് മാറട്ടെ, ഡസൻറ്റ് മാറ്റർ ഹു ഗെറ്റ്സ്. അങ്ങനെ തന്നെയാണോ അദ്ദേഹം ഓർഗനൈസ് ചെയ്ത പല പദ്ധതികളും ഇന്ന് നടക്കുന്നത് കാണുമ്പോൾ? ഒത്തിരി സന്തോഷം അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഒപ്പം തന്നെ അതിന് ഉമ്മൻചാണ്ടി മെട്രോയുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി പ്രതിയൊക്കെ കേസ് കൊടുത്തു. അതിനകത്ത് യാത്ര ചെയ്തെന്നും പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ കൂട്ടത്തിൽ പോയപ്പോൾ ഞാൻ കണ്ടതാണ്, അവിടുത്തെ തബഹളവും ഒക്കെ കണ്ടതാണ്. അതിൻ്റെ സാക്ഷിയാണ്. പിന്നെ ഗെയിൽ പൈപ്പോ അതിനകത്ത് എന്തോ അത് ഞാൻ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇത് രണ്ടിനും ഉണ്ടായിരുന്നു, മെട്രോയ്ക്കും ഇതുണ്ടായിരുന്നു. സ്മാർട്ട് സിറ്റി എവിടെ പോയി? എന്തെല്ലാം പ്രോജക്ട്സ്. ഈ നാഷണൽ ഗെയിംസ് നടന്ന ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഏറ്റവും നല്ല രീതി അദ്ദേഹം ഉണ്ടാക്കി. ഒരു വാക്കുപോലും ആദ്യം ഈ പറഞ്ഞു കേട്ടില്ല. ഇതുപോലെ ഈ റോഡ് നിയമം ഇങ്ങോട്ടുള്ള കരമന കളിക്കുള്ളൂ, ഒരൊറ്റ ഇഞ്ച് പോലും വർഷങ്ങൾ നീങ്ങായിരുന്നു റോഡ്. ആരെ കൊണ്ടുവന്നേ? എനിക്കതിനെക്കൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. ഈ ബേക്കറി ജംഗ്ഷനുള്ള അണ്ടർപാസും മെല്ലോ ഓർബിച്ചും അതാരെ കൊണ്ടുവന്നേ? എത്ര വർഷം പെട്ടെന്ന് കൊണ്ടുവന്നില്ലേ? അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിനെ കൂടെ പോവാം. എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട ഭർത്താവ് കഷ്ടപ്പെട്ട ഈ ഗവൺമെൻറ് പോവാ, അദ്ദേഹത്തിന് കഷ്ടപ്പെട്ട മെട്രോയിൽ പോവാ, കുഞ്ഞ് ഒത്തിരി കഷ്ടപ്പെട്ട. അങ്ങനെ ഒരുപാട് ആത്മസംതൃപ്തി അതിനെക്കുറിച്ചുണ്ട്. ക്രെഡിറ്റ് ഉമ്മൻചാണ്ടി പോലും ആഗ്രഹിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു മൈൻഡ് സെറ്റിലല്ല ഞങ്ങൾക്ക് ആ ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ദേശം നന്നായിട്ട് ഇപ്പോഴെനിക്ക് പിള്ളേരൊക്കെ നല്ല തലമുറയായിട്ട് വാർത്തെടുത്ത് വേണം. അങ്ങനെയൊക്കെ ഇടത്തെക്കുറിച്ച് ഒരു കുഞ്ഞ് ലാസ്റ്റ് 2000 ആദ്യം 2 പ്രാവശ്യം ഇരുന്നു. കുഞ്ഞിരുന്ന വർഷങ്ങൾ അത്രയും ഞാൻ അത് ഓരോ ദിവസവും കേരളത്തിൽ വെച്ച് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓണം വരുമ്പോൾ ദൈവം അന്നത്തൊക്കെ എന്താ പറയുക, ഈ വിഷമദ്യം കുടിച്ച് പിന്നെ മാർച്ചാകുമ്പോഴത്തേക്ക് എന്താ പിള്ളേർ ആത്മഹത്യ ചെയ്യും, പരീക്ഷ പേടിച്ച്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പ്ലാനുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണം അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ തമ്മിൽ അങ്ങനെ എപ്പോഴെങ്കിലും ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടോ?
അല്ല, തീർച്ചയായിട്ടും രാജ്യത്തെ മുന്നോട്ട് നയിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം രാജ്യത്തെ സമർത്ഥമായി തന്നെ മുന്നോട്ട് നയിക്കും എന്നുള്ളതാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ. ഒരുപാട് തിരക്കുള്ളൊരു ദിവസം അല്പനേരം തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഒരു ലെഗസി ഉണ്ടല്ലോ, അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഓരോ ദിവസവും നടത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. അതങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. അദ്ദേഹം ഒരുപാട് കേരളത്തിന് തന്നിട്ടുണ്ട്. അതിന് ഇപ്പോൾ സ്നേഹമായിട്ടും ആദരവായിട്ടൊക്കെ ഇങ്ങനെയുള്ള വാക്കുകളിൽ തരാനേ നിർവാഹമുള്ളൂ. നേരത്തിന് ഒരുപാട് നന്ദി രണ്ടുപേരുടെയും. നമസ്കാരം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575.